നമസ്കാരം. നാലാം അംഗത്തിനിറങ്ങുന്ന കോൺഗ്രസിലെ ഡോക്ടർ ശശി തരൂരിന് വലിയൊരു വെല്ലുവിളി ഉയരുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉയരുന്നത് വലിയ ചോദ്യമാണ്. തരൂരിനെ പോലെ തന്നെ മറുനാടൻ മലയാളിയായിട്ടുള്ള കേന്ദ്രമന്ത്രി ഡോക്ടർ രാജീവ് ചന്ദ്രശേഖറിനെയാണ് ഇപ്പോൾ കളത്തിലിറക്കി BJP കടുത്ത പോരാട്ടത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ പേര് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തലസ്ഥാനത്തിന് പരിചിത മുഖമായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും കടുത്ത ത്രികോണ മത്സരം നടക്കാൻ പോകുന്നതും അല്ലെങ്കിൽ നടക്കുന്നതും മണ്ഡലവും ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം തന്നെയാണ്. അല്ലാതെ മറ്റൊരു മണ്ഡലവും ഇല്ല. വലിയ പ്രചാരണ ചൂട് കോലാഹലങ്ങളിലൊക്കെയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ആദ്യമേ കളത്തിലിറങ്ങിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ പ്രചാരണത്തിൽ ഏറെക്കുറെ മുന്നിലെത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നാലെ എത്തിയത് ശശി തരൂരാണ്. ശശി തരൂരും ഡോക്ടർ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ കളം നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കടുത്ത പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഈ മൂന്ന് മുന്നണികളും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെക്കുറിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ആ റെക്കോർഡിന് ഇപ്പോൾ അർഹനായിട്ടുള്ളത് തരൂർ തന്നെയാണ്. തരൂർ ഇപ്പോൾ തുടർച്ചയായിട്ട് നാലാം വിജയത്തിലൂടെ ചരിത്രം കുറിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. 3 പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞു. BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കേരളത്തിലെ തന്നെ ഏക ലോക്സഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ് എന്നുള്ളൊരു സവിശേഷത ഈ തിരുവനന്തപുരത്തിനുണ്ട് താനും. കേരളത്തിൽ ആദ്യം താമര വിരിയുന്നുണ്ടെങ്കിൽ അത് വിരിയുന്നത് തിരുവനന്തപുരത്തായിരിക്കും എന്ന് സ്വപ്നം കാണുന്ന ഒട്ടനവധി പേർ ഇവിടെയുണ്ട്, BJPക്കാരായിട്ടുള്ളവർ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIക്ക് ആ അപമാനത്തിൽ നിന്ന് അവർക്ക് കരകയറിയേ മതിയാകൂ. കാരണം അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വപൗരനായിട്ടുള്ള VK കൃഷ്ണമോഹനെയും തലപ്പൊക്കമുള്ള രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള MN ഗോവിന്ദൻ നായരെയും ഒക്കെ, ഒപ്പം K കരുണാകരനെയും PK വാസുദേവൻ നായരെയും ഒക്കെ വിജയിപ്പിച്ചെടുത്ത ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തിന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. തിരുവനന്തപുരത്ത് സാമുദായിക തന്ത്രങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു നഗരമാണിത്. MN ഗോവിന്ദൻ നായർ എന്ന് പറയപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിലെ കരുത്തനെ, അന്ന് രാഷ്ട്രീയ പാരമ്പര്യമോ തലയെടുപ്പോ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നീലലോഹിതദാസൻ നാടാർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി കീഴടക്കിയത് നാടാർ വോട്ടിൻ്റെ ബലത്തിലായിരുന്നു എന്നുള്ളതാണ്. അതേ നീലലോഹിതദാസൻ നാടാരെ A. ചാൾസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി വീഴ്ത്തിയത് ക്രിസ്ത്യൻ നാടാർ വോട്ടുകളുടെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകീകരണത്തിലൂടെയാണ്. ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു മനഃശാസ്ത്രമാണ് കേട്ടോ. ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. നഗരമണ്ഡലങ്ങളും ഒപ്പം തന്നെ ഗ്രാമീണ മണ്ഡലങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമ്മിശ്ര പ്രതികരണം ഉണ്ടാകുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. നഗരമണ്ഡലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവമാണ് തീരദേശം ഉൾപ്പെടുന്ന ഈ ഗ്രാമമണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം 2014 തെരഞ്ഞെടുപ്പിലാണ് BJP എന്ന് പറയപ്പെടുന്ന ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത്. അന്ന് ശശി തരൂരിനോട് രാജഗോപാലിനെയാണ് തരൂർ അന്ന് പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ്. 15,470 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു, ചെറിയ ഒരു വോട്ടിൻ്റെ വ്യത്യാസം. സുനന്ദ പുഷ്കറിൻ്റെ മരണം പ്രചരണ വിഷയമായി അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. തരൂരിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും ദുർഘടമായിട്ടുള്ളൊരു കാലയളവായിരുന്നു അത്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ തരൂർ വിജയിച്ചത് 99,989 വോട്ടിൻ്റെ തകർപ്പൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ച് കയറിയത് എന്നുള്ളതാണ്. അന്ന് CPIയുടെ സ്ഥാനാർത്ഥി C. ദിവാകരനായിരുന്നു. അദ്ദേഹം 3ാം സ്ഥാനത്താവുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം അപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ LDF ജില്ലയിൽ തകർപ്പൻ മുന്നേറ്റമാണ് നടത്തിയത് എന്നുള്ളതാണ്. 7 നിയോജക മണ്ഡലങ്ങളിൽ കോവളം ഒഴികെയുള്ള 6 സീറ്റുകളും നിലവിൽ LDFിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് സത്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2021 ഒരു വോട്ട് നില എന്ന് പറയപ്പെടുന്ന പലപ്പോഴും ഞെട്ടിക്കുന്നതാണ്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ CPMൻ്റെ സ്ഥാനാർത്ഥി 63,690 വോട്ടും, ശോഭാ സുരേന്ദ്രൻ 40,193 വോട്ടും, SS ലാൽ കോൺഗ്രസിൻ്റെ 32,995 വോട്ടും മാത്രമാണ് നേടിയത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ VK പ്രശാന്ത് CPM 61,111 വോട്ടും, BV രാജേഷ് BJPയുടെ 39,596 വോട്ടും, വീണ S. നായർ കോൺഗ്രസിൻ്റെ 35,455 വോട്ടുകളുമാണ് നേടിയത്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ആന്റണി രാജു നേടിയത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാവ് 48,748 വോട്ട്.
കോൺഗ്രസിൻ്റെ വി എസ് ശിവകുമാർ നേടിയത് 41,659 വോട്ട്. 34,996 വോട്ടുകൾ മാത്രമാണ് ജി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. നേമത്താണെങ്കിൽ ബി ശിവൻകുട്ടി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി 55,837 വോട്ട്. കുമ്മനം 51,888 വോട്ട്. കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി 36,524 വോട്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാമല്ലോ. കഴക്കൂട്ടവും തിരുവനന്തപുരവും വട്ടിയൂർക്കാവും നേമവും പാറശാലയും ഒക്കെ ഉൾപ്പെടുന്ന 7ഓളം നിയോജക മണ്ഡലങ്ങളാണ്. അന്ന് പാറശാല നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സി കെ ഹരീന്ദ്രൻ 78,548 വോട്ട്. ആർ കെ അൻസജിദ റസാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 52,720 വോട്ട്. കരമന ജയൻ ബി ജെ പിയുടെ 29,850 വോട്ട്. നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ കെ ആൻസിലൻ എന്ന് പറയപ്പെടുന്ന സി പി എം സ്ഥാനാർത്ഥി 65,497 വോട്ട്. സെൽവരാജ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 51,235 വോട്ട്. ചെങ്കളസ് രാജശേഖരൻ നായർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി 21,009 വോട്ട്. ഇങ്ങനെയാണ് ആ വോട്ട്. കോവളത്താണെങ്കിൽ എം വിൻസെൻ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകെ 74,868 വോട്ട്. നീലലോഹിതദാസൻ നാടാര് ജനതാദളിൽ നിന്ന് 60,306 വോട്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ 18,664 വോട്ട്. ഇങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങളിലെ നിയോജക മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത്. ആ വോട്ടിൽ കണ്ണു നട്ടതുകൊണ്ട് തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും ഇപ്പോൾ തയ്യാറെടുക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷവുമെല്ലാം. സി പി ഐയുടെ സീറ്റാണെങ്കിൽ കൂടി തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ശശി തരൂർ ആകുന്നതിന് വേണ്ടിയിട്ട് 4ാം വട്ടവും അദ്ദേഹം അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. ഈ അംഗത്തിൽ അദ്ദേഹം വിജയിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് 2021 വോട്ട് നിലയിൽ 6 നിയോജക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. കോവളം ഒഴിച്ച് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നത് സി പി എമ്മും അല്ലെങ്കിൽ സി പി ഐയുമാണ്. അപ്പോൾ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്ന ആ മണ്ഡലങ്ങളെ 2021 നിന്ന് 2024 എത്തുമ്പോൾ എന്ത് പ്രത്യേകതകൾ ഉണ്ടായിരിക്കുന്നു എന്നറിയേണ്ടി വരും. ഇനി മറ്റൊന്ന്, 2ാം സ്ഥാനം കരസ്ഥമാക്കപ്പെടുന്നത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആദ്യമായി 2ാം സ്ഥാനം കരസ്ഥമാക്കപ്പെടുന്നത് ഒ രാജഗോപാൽ മത്സരിച്ചിരുന്നപ്പോൾ ശശി തരൂരിനോട് 2014. അതിനുശേഷം അങ്ങോട്ട് ബി ജെ പിയുടെ ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്, വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായത്. ആ മുന്നേറ്റം തുടരുകയാണ് എങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ 4ാം അംഗത്തിനിറങ്ങുന്ന ശശി തരൂർ സ്വയം പരാജിതനായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനും ചില കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുവാനുള്ള സാധ്യതകൾ തെളിയുകയാണ് എങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഉള്ളവർ തന്നെ പടലപ്പിണക്കത്തിലൂടെ ശശി തരൂരിനെ പരാജയപ്പെടുത്തുവാനുള്ള സാധ്യത 100%. അങ്ങനെ കോൺഗ്രസ് മാറി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. 2ാമത് നിൽക്കുന്ന ബി ജെ പി എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ 1ാം സ്ഥാനത്തെത്തുകയും വിജയിക്കുകയും ചെയ്യും. ശശി തരൂർ സ്വയം പരാജിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശശി തരൂർ ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോയേക്കുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അത് നിഷേധിച്ചുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പക്ഷേ 2 വട്ടത്തിലധികം ഭരണത്തിലേറാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാകാത്ത ഘടകകക്ഷികളും കോൺഗ്രസിലെ തന്നെ അധികാര കൊതിയന്മാരും ഒരിക്കലും ഇനി എന്ത് ചെയ്യില്ല, ആ പാർട്ടിയോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയില്ല. കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും ചിലപ്പോൾ നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാകാൻ ശശി തരൂരും ഉണ്ടാകും. അത് പക്ഷേ ലോക്സഭയിൽ പരാജയപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ച് സ്വയം രാജ്യസഭയിലൂടെ അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചേക്കാം. അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. താമരത്തണലിലായിരിക്കും അദ്ദേഹം മടങ്ങാൻ പോകുന്നത്. അതായത് ശശി സ്വയം പരാജയപ്പെട്ട് കളം വിടുന്നൊരവസ്ഥയുണ്ടാകും. അതിനുശേഷം താമരത്തണലിലേറി അദ്ദേഹം മടങ്ങിയെത്തുന്ന ഒരവസ്ഥയും കേരളത്തിന് കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.